ശനി ഞായർ ദിവസങ്ങളിൽ, അതായത് ഇന്നും നാളെയും സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരിക്കും. അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും ഇന്നും നാളെയും ഉണ്ടാവുക. ഹോട്ടലുകളിൽ ഹോം ഡെലിവറി മാത്രമായിരിക്കും ഉണ്ടാവുക. ചായക്കടകൾ, തട്ടുകടകൾ എന്നിവ തുറക്കാൻ പാടില്ല. മെഡിക്കൽ സ്റ്റോറുകളും പാൽ, പച്ചക്കറി, മറ്റ് അവശ്യ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളും രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ തുറന്ന് പ്രവർത്തിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകൾ സത്യവാങ്മൂലം കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. അടുത്തൊരു അപ്ഡേറ്റ്, സംസ്ഥാന സർക്കാർ കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തെ തുടർന്ന് പ്രഖ്യാപിച്ച 1000 രൂപയുടെ ധനസഹായം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതിനുവേണ്ടി സർക്കാർ 210 കോടിയോളം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈയൊരു ധനസഹായം ലഭിക്കുന്നതാണ്. അടുത്തൊരു വാർത്ത, ഓൺലൈൻ ഗെയിം കളിച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥി നഷ്ടപ്പെടുത്തിയത് 3 ലക്ഷത്തോളം രൂപയാണ്. വിദ്യാർത്ഥിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്നാണ് ലക്ഷങ്ങൾ നഷ്ടമായത്. ഫ്രീ ഫയർ എന്ന ഗെയിമിലൂടെയാണ് ലക്ഷങ്ങൾ നഷ്ടമായത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓൺലൈൻ ക്ലാസുകൾക്കായി കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈലുകൾ രക്ഷകർത്താക്കൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് കൂടി അറിയുന്ന യൂസർ ഐഡിയും പാസ്വേഡുകളും മാത്രമേ അക്കൗണ്ടുകളിലും ഫോൺ ലോക്കിലും ഉപയോഗിക്കാവൂ. മാതാപിതാക്കളുടെ ഓൺലൈൻ ബാങ്കിംഗ് അക്കൗണ്ടുകൾ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുമായി ബന്ധിപ്പിക്കരുത്. സ്കൂളിൽ നിന്ന് പഠനാവശ്യങ്ങൾക്ക് അധ്യാപകർ അയക്കുന്ന ലിങ്കുകൾ മറ്റാർക്കും പങ്കുവെക്കരുത്. ഇങ്ങനെ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ രക്ഷകർത്താക്കളും ഇത് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്താൻ വേണ്ടി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇനിയും ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക.